എനിക്ക് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഒരു സംശയമുള്ളത്. ഇസ്ലാമിൽ എന്താണ് സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കണം, ഹിജാബ് ധരിക്കണം, മറക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ട് മാത്രമാണോ പീഡനങ്ങൾ നടക്കുന്നത്? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മാന്യമായി വസ്ത്രം ധരിച്ചിട്ടുള്ള സ്ത്രീയും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? എന്നാ പിന്നെ ഞാൻ എല്ലാം ശരിയാക്കി തരാം. അത് മതി, ബിസിനസ് ഇതായി പോയില്ലേ. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് അതിനെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് നന്നായി വസ്ത്രം ധരിച്ചവരും പീഡിപ്പിക്കപ്പെടുന്നില്ലേ എന്ന്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. റോഡിലൂടെ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹെൽമറ്റ് ധരിക്കണം എന്ന് നമ്മൾ പറയാം. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ് ഇതൊന്നും ശരിയല്ല, ഹെൽമറ്റ് ധരിക്കണം സുരക്ഷയ്ക്ക് വേണ്ടി എന്നൊക്കെ ആരാ പറയുന്നത്? ഹെൽമറ്റ് ധരിച്ചിട്ടും അപകടത്തിൽപ്പെട്ട 2-3 ആൾക്കാരെ എനിക്കറിയാം, അതുകൊണ്ട് ഹെൽമറ്റ് ധരിക്കുന്നതിന് ഒരർത്ഥവും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? ഇതൊന്നും എന്റെ ബുദ്ധിയല്ല, ദൈവം അപ്പാപ്പ എനിക്ക് ഉപദേശിച്ചു തരുന്നതാ. ഹെൽമറ്റ് ധരിച്ചാലും അപകടമൊക്കെ സംഭവിക്കാം, അതൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ഫാക്ടറാണെന്ത്? ഹെൽമറ്റ് ധരിക്കുക എന്നുള്ളത്. അതുപോലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ഫാക്ടറാണെന്ത്? വസ്ത്രധാരണം. ഇത് വെച്ചാല് ഈ ഒറ്റ സിദ്ധാന്തക്കാരാണ് ഇങ്ങനെ വരിക, ഒറ്റ ബുദ്ധിക്കാരെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു കാര്യത്തിന് ഒരു കാരണം മാത്രം, ഈ പീഡിപ്പിക്കപ്പെടുക എന്നുള്ളതിന് വസ്ത്രധാരണം എന്നുള്ള കാരണം മാത്രം, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ. മനസ്സിലായില്ല. എനിക്ക് തന്നെ പൂർണ്ണമായി മനസ്സിലാവാത്ത കാര്യം ഞാൻ നിനക്കെങ്ങനെ മനസ്സിലാക്കി തരും? നമുക്ക് ഒരു കാര്യം, അവിടെ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ അവിടെ പല ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. അവിടെ ഒന്നാമത്തെ ഒരു പ്രശ്നം സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നല്ല. ഒന്നാമത്തെ പ്രശ്നം പുരുഷന്റെ ചിന്തയും പുരുഷന്റെ നോട്ടങ്ങളുമാണ്. എടോ, ഇത് മനസ്സിന്റെ പ്രശ്നമാണ്. ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് മാത്രമേ ഇത് നേരെയാക്കി എടുക്കാനൊക്കൂ. പുരുഷന്റെ നോട്ടവും അതിനനുസരിച്ചുള്ള ചിന്തയും അനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഒന്നാമത്തെ പ്രശ്നം. അതാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ചില കാര്യങ്ങളും ഉണ്ട്, അതും നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ദൈവിക ദർശനമായിട്ടുള്ള ഇസ്ലാം. ഇതിനെ ഈ പ്രയോറിറ്റിയിൽ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർ, നിങ്ങളൊരു വലിയ സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത്. താങ്ക് യു. ഇതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കണം എന്ന് പറയുന്ന ആയത്തുണ്ട്. ആ ആയത്തിന് തൊട്ടു മുമ്പ് സ്ത്രീകളോട് കൽപ്പിക്കുന്നതിന് മുമ്പായി ഖുർആൻ പറഞ്ഞത് ഖുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ പുരുഷന്മാരോട് നബിയെ താങ്കൾ പറയുക, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുക. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അപ്പൊ വെറും ഇങ്ങനെ പെണ്ണുങ്ങൾ എല്ലാം മറച്ച് ജീവിക്കണം, ആണുങ്ങളൊന്നും ചെയ്യേണ്ടതല്ല. ആദ്യം പറഞ്ഞ ആണുങ്ങളോടാണ്, ആദ്യം പറഞ്ഞത് പുരുഷന്മാരോടാണ്. നിങ്ങൾ നിങ്ങളുടെ നോട്ടത്തെ നിയന്ത്രിക്കുക. വേണ്ട, കൂടുതൽ സംസാരിച്ച ചിലപ്പോൾ മെന്റലാവും. ഇത് എന്തിനാ ഈ നോട്ടത്തെ നിയന്ത്രിക്കുന്നത്? ചിലപ്പോ ഈ യുക്തിവാദികൾക്കൊന്നും ഇതിന്റെ യുക്തി മനസ്സിലാവില്ല. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ ചിന്തകളും നോട്ടങ്ങളും അവന്റെ കട്ടുനോട്ടങ്ങളും അറിയുന്ന പടച്ചോനറിയാം. ഏതൊരു ചിന്തയുടെയും തുടക്കം നോട്ടത്തിലാണ്. ആ നോട്ടത്തെ തുടർന്നാണ് പിന്നെ ചിന്ത ഉണ്ടാവുക. ആ ചിന്തയെ തുടർന്നാണ് പിന്നെ ആക്ഷൻ ഉണ്ടാവുക. അപ്പോ ആദ്യം ഒരു സ്ത്രീയെ കാണുമ്പോൾ അവന്റെ നോട്ടം നിയന്ത്രിക്കണം. ഒന്നാമത് തിരിച്ചറിയാനുള്ള നോട്ടത്തിനപ്പുറത്തേക്ക് ഒരു മോശമായ ചിന്തയോടുകൂടിയുള്ള നോട്ടം പാടില്ല. നോട്ടം നടന്നാൽ പിന്നെന്ത് ചെയ്യും? അതിനെക്കുറിച്ച് മോശമായ ചിന്തകൾ ഉണ്ടാവും, പിന്നെ ആക്ഷനിലേക്ക് എത്തും. അവൻ ആള് ശരിയല്ല, ഞരമ്പ് രോഗിയാ. അപ്പൊ ഇതാണ് ഇസ്ലാം ഇത് എന്തുകൊണ്ടാണ് ഇസ്ലാമിന് ഇതിങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നത്? ഇത് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച, പുരുഷനെ സൃഷ്ടിച്ച, സ്ത്രീയെ സൃഷ്ടിച്ച, സ്ത്രീയുടെയും പുരുഷന്റെയും മനസ്സും ചിന്തയും അതുപോലെ തന്നെ ശരീരവും എല്ലാം പൂർണ്ണമായി അറിയുന്ന പടച്ചോനായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഇത് നമുക്കിപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാ? കാരണം ഇപ്പൊ നമുക്ക് ശാസ്ത്രം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചിന്തയുടെ ഓരോ ഭാഗത്തുള്ള ട്രിഗറിങ്ങുകളും അതുപോലെ തന്നെ ന്യൂറോണൽ ഫയറിംഗ് ഒക്കെ പഠിക്കാൻ ഇപ്പൊ ന്യൂറോ സയൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പുരുഷന്റെ നോട്ടത്തെ കുറിച്ച്, ഒരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കിയാൽ എന്ത് സംഭവിക്കുന്നു തലച്ചോറ് നോക്കി പറയാൻ പറ്റും. ഇന്ന് വരെ ഒരു പെണ്ണിനെ കണ്ണീര് കുടുംബത്തിൽ കണ്ടില്ല. നീ കാരണം സംഭവിച്ചു, കുടുംബത്തിൽ പോയി. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്ന എന്താ ചോദിച്ചാൽ, പുരുഷൻ ഒരു സ്ത്രീയുടെ നഗ്നത നോക്കിയാൽ ആ നോട്ടം തന്നെ അവനിൽ ലൈംഗിക ചിന്തകൾ ഉദ്ദീപിപ്പിക്കും.
അത് പോയിട്ട് ട്രിഗർ ചെയ്യുക, ന്യൂറോണൽ ഫയറിംഗ് ഉണ്ടാവുക. അതിനെ തുടർന്ന് അവന് ലൈംഗിക ചിന്തകൾ ഉണ്ടാകുന്നു. ലൈംഗിക ചിന്തകളെ തുടർന്ന് ലൈംഗികമായ ഹോർമോണുകൾ ഉണ്ടാകുന്നു. ലൈംഗികമായ ഹോർമോണുകൾ ഉണ്ടായാൽ, പ്രത്യേകിച്ചും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടായാൽ, അവൻ അഗ്രസീവ് ആകുന്നു. നിങ്ങൾ സംസാരിച്ച് വന്നപ്പോഴേ ഏകദേശ രൂപം കിട്ടി. കാര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞോളി. ഇതൊക്കെ നമ്മളിപ്പോ ശാസ്ത്രം പറഞ്ഞതാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടല്ല ഇസ്ലാമിൽ ഇങ്ങനെ ഹറാമായത്. ഇതൊക്കെ നമ്മളിപ്പോ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോ ഇതാണ് ഒരു നോട്ടമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നോട്ടത്തെ തുടർന്നുള്ള പിന്നെ സ്പർശനുണ്ട്, പിന്നെ സാമീപ്യമുണ്ട്, അതൊക്കെ ഉണ്ട്. സ്ത്രീയുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഇതൊരു ഫാക്ടർ അല്ലേ? അല്ലാന്ന് ഇവർ പറയോ? ഈ പറയുന്ന ഇതിപ്പോ ഒരു പുരുഷനായ ഒരു യുക്തിവാദിയാണ് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ, ആത്മാർത്ഥതയോടുകൂടി സ്വന്തത്തെ വഞ്ചിക്കാതെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാവോ ഇല്ലേ? പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കില്ല എന്റെ ജോലി. പോടെ ചക്ക അവിടുന്ന്. നീ കരയാതെ, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നോർമലി ഫംഗ്ഷനിങ് ആയ ഒരു പുരുഷനാണെങ്കിൽ, യുക്തിവാദിയാണെങ്കിലും മതവിശ്വാസിയാണെങ്കിൽ ആരെയാണെങ്കിലും, ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അവനിൽ എന്തുണ്ടാവും? ലൈംഗികമായ ചിന്തകൾ ഉണ്ടാവും. അപ്പൊ നഗ്നത കാണിക്കുന്ന വസ്ത്രധാരണം ലൈംഗികമായ ചിന്തകളിലേക്ക് നയിക്കോ ഇല്ലേ? നയിക്കും. പിന്നെ ലൈംഗികമായ ചിന്തകൾ ഉണ്ടായാൽ അവനിൽ ഹോർമോണുകൾ ഉണ്ടാകുമോ ഇല്ലേ? ഹോർമോണുകൾ ഉണ്ടാകും. ഹോർമോണുകൾ ഉണ്ടായാൽ അവൻ അഗ്രസീവ് ആകുമോ ഇല്ലേ? ആകും. ഇതൊക്കെ സയൻസ് ആണ് അല്ലെ? ബേസിക് സയൻസ് ആണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ നമ്മൾ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് നയിക്കരുത്. പുരുഷന്മാരൊന്നാമത് നിയന്ത്രിക്കണം. എന്നാൽ എല്ലാ പുരുഷന്മാരും നിയന്ത്രിക്കോ? എല്ലാവരും മലക്കുകളെ മാരി അല്ലെങ്കിൽ എല്ലാവരും സ്വാലിഹികളായിട്ട് ഒരു സ്ത്രീയെ കാണുമ്പോൾ താഴോട്ട് ഇങ്ങനെ നോക്കി നടക്കുന്ന എത്ര പുരുഷന്മാർ ഇവിടെ ഉണ്ട്? ഇവിടെ ഇരിക്കണ്ട, അകത്ത് ബാത്റൂം ഉണ്ട്. അതാണ് വസ്ത്രധാരണം. അവിടെയാണ് നമ്മൾ വസ്ത്രധാരണം പറയുന്നത്. അല്ലാതെ സ്ത്രീ വസ്ത്രം ധരിച്ചാൽ ഓക്കെ, വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാം, ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇനി ഒരു സ്ത്രീ ഒന്നും ധരിക്കാതെ നടന്നാൽ പോലും പീഡിപ്പിക്കാനുള്ള ന്യായം അതല്ല അല്ലെ? ഒന്നും ധരിക്കാതെ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോയാലും അവളെ പീഡിപ്പിക്കാൻ ഒരു ന്യായവും ഇല്ല. പക്ഷേ നമ്മൾ പറയുന്നത്, ഒരു സമൂഹത്തിൽ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് നല്ലത് മാന്യമായ വസ്ത്രധാരണമാണ്. പുരുഷൻ പീഡിപ്പിക്കാൻ പാടില്ല എന്നല്ല, നോക്കാൻ തന്നെ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? നോക്കാൻ അനാവശ്യമായ ഒരു നോട്ടം പോലും പാടില്ല. പക്ഷേ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. ഖുറാനിൽ പറഞ്ഞതുപോലെ മനസ്സിൽ രോഗമുള്ള പുരുഷന്മാർ ഒരുപാടുണ്ടാകും. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ആ മനസ്സിൽ രോഗമുള്ള പുരുഷന്മാർ സമൂഹത്തിൽ ഉണ്ട് എന്നറിയുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച, പുരുഷന്റെ ചിന്തകളെ സൃഷ്ടിച്ച പടച്ചോനാണ് പറഞ്ഞത്, പുരുഷനെ നിയന്ത്രിക്കാനുള്ള കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്ത്രീയെ നിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നീ എന്ത് ചെയ്യുക? നിന്റെ വസ്ത്രധാരണത്തിലും ശ്രദ്ധിക്കുക. അപ്പോ ഇതിൽ ഒറ്റ കാരണമല്ല ഉള്ളത്, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു കാരണമാണ് എന്ത്? വസ്ത്രധാരണം എന്നാണ് നമ്മൾ പറയുന്നത്. मेरा जीवन में पहले बार एक गोली बेकार हो गया. അതായത് പുള്ളിക്കാരെ പകല് ബാറിക്ക് രണ്ടെണ്ണം വീഴ്ച